പറഞ്ഞ കാശിന് ജോലി ചെയ്യുന്നുണ്ടല്ലോ. ഇനി ഇതാണോ? ഇതെന്തായിരിക്കും? അയ്യേ, വില കൂടിയതാന്നൊക്കെ. ഇതെന്തായിരിക്കും? ഇത് എന്താ? കഴിക്കുന്ന എന്തോ ആണ്. ആണോ? നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കഴിക്കുന്ന സാധനം. പടക്കോ? പടക്കല്ല, അത് അതിന്റെ. ഭയങ്കര സർപ്രൈസ് ആണ്. പഴംപൊരി. ഈ പഴംപൊരിക്ക് ഒരു നല്ല ഗൈഡ് കൊടുക്കാം. ഇത് തന്നതിനൊരു കാരണമുണ്ട്, അത് ഓർമ്മയുണ്ടോ? ഇതെന്താണ് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് പഴംപൊരി? ഇത് ആക്ച്വലി ഇത് പിന്നെ ഒരു ഭയങ്കര നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരു സാധനം ആണോ? എന്റെ ഓർമ്മ ശരിയാണോ എന്ന് എനിക്കറിയില്ല. പണ്ട് നിങ്ങളെ ഒരുമിപ്പിച്ചത് ഇവനാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞു. പഴംപൊരി. ആദ്യമായിട്ട് ചാരുവിനെ കണ്ട സമയത്തോ? ഞാൻ അന്ന് നന്നായി പഴംപൊരി എന്ന് പറഞ്ഞത്. വല്ല മന്തി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് മന്തി കിട്ടത്തില്ലായിരുന്നു. ആ കഥ എന്തായിരുന്നു? ഈ പഴംപൊരി ജീവിതത്തിൽ പഴംപൊരിയുടെ സന്ദർഭം എന്തായിരുന്നു? ഇരുന്നുകൊണ്ട് പറയാം. എടുത്ത് മാറ്റിയില്ലേ ഇതുവരെ? അപ്പൊ പഴംപൊരി എന്ന് പറയുന്നത് ആര്യ വൈനേഴ്സ് കോളേജിൽ ഞാൻ 18-ാം വയസ്സിൽ പഠിക്കാൻ പോയി. ക്യാൻറ്റീനിൽ ചായ 18-ാം വയസ്സിൽ പഠിക്കാൻ പോയി ക്യാൻറ്റീനിൽ കഴിക്കാൻ പോയപ്പോൾ അവിടെ പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരാൾ നിൽക്കണം ഞാൻ കണ്ടു. ആള് കൊള്ളാമെന്നൊക്കെ തോന്നി. കൊള്ളാമെന്നുള്ള ഒരാൾ അപ്പോഴും നമ്മളിങ്ങനെ നോക്കാൻ പോകില്ലല്ലോ. അതിനെന്തോ ഒരു നല്ലൊരു വൈബ് കിട്ടി. അപ്പം തന്നെ നമ്മൾ ചെറിയൊരു ജാടയെ കാണിച്ച് പഴംപൊരിയൊക്കെ എടുത്ത് അങ്ങ് നടന്നങ്ങ് പോയി. പിന്നെയാണ് മനസ്സിലായത് അത് ചാരു ആയിരുന്നു. അപ്പം അങ്ങനെ അന്നാണ് നമ്മൾ ആദ്യമായിട്ട്. അന്ന് ചാരു എന്തായിരുന്നു ക്യാൻറ്റീനിൽ കഴിച്ചുകൊണ്ടിരുന്നത്? അടുത്ത ഇന്റർവ്യൂ തരാനുള്ളതാ. എന്താണ് ഉണ്ടായിരുന്ന സമയത്ത് സഞ്ജു കാണുന്ന എനിക്ക് കണ്ടുകൂടല്ലോ, ഞാനൊന്നും അറിയുന്നില്ലല്ലോ സഞ്ജുവിനെ. അന്ന് പപ്സ് ഒക്കെ കടിച്ചിരിക്കും ഇവിടെ ഫുൾ പൊടിയൊക്കെ ആയിട്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു തോന്നുന്നു. ആ സമയത്തൊക്കെ ഫുൾ പപ്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ പൊടിയൊക്കെ ആയിട്ട് ഹായ് പറഞ്ഞു. പിന്നെ ഹായ് പറഞ്ഞിട്ട് ഹായ് പറഞ്ഞില്ല. പറഞ്ഞില്ല. അതല്ലേ പറഞ്ഞു, നമ്മള് അങ്ങനെ ഹായ് പറയാൻ പാടില്ലല്ലോ. ജാട ആദ്യം മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അല്ലേ? അറിഞ്ഞൂടെ? നമ്മളെ പഴയ സാധനം